ഗൾഫിലാണ്. ഇതൊക്കെ ഗൾഫിൽ നടക്കുന്ന ഒരു സംഭവമാണ്. എനിക്ക് ആദ്യം തുടക്കമൊക്കെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗൾഫിൽ ചെന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ആദ്യം ഒരു 26 വർഷത്തിന് മുമ്പേ ഗൾഫിൽ ചെന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു നമ്പർ പോലും ഇല്ലായിരുന്നു. അന്ന് ഫോൺ നമ്പർ മാത്രമേ ഉള്ളൂ, വിളിച്ചാൽ തന്നെയും കിട്ടില്ല. അപ്പം ജസ്റ്റ് കുറേ നേരം അവിടെ എയർപോർട്ടിൽ കറങ്ങി നടന്ന് അവസാനം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മേളിലോട്ട് നോക്കിയപ്പോൾ ആളവിടെ നിൽപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലാതെ എനിക്ക് എൻ്റെ ജീവിതം ഇതുപോലെ തന്നെ ആയിരിക്കും. ആ ലാസ്റ്റ് ഭാഗമൊക്കെ അപാരമായിരുന്നു, ഒരു രക്ഷയില്ല. പിന്നെ പൃഥ്വിരാജിനെ കുറിച്ച് പറയണ്ട. അയ്യോ, അത് ആ മനുഷ്യനെ എങ്ങനെ ആയി എന്നുള്ളത് അപാരം തന്നെ. ഹാറ്റ്സ് ഓഫ്, വേറെ ഒന്നും പറയാനില്ല. തീർച്ചയായും കൊടുക്കേണ്ട ഒരു സംഗതി. പിന്നെ വേറെ ആർക്കും കൊടുക്കാൻ പറ്റും? ഈ ചരിത്രം വേറെ തിരുത്തി മാറ്റുന്ന ഒരു ഭയങ്കര അഭിനയമാണ്. വേറെ ആർക്കും പറ്റാത്ത പോലെ അത്രയധികം നന്നായിട്ടുണ്ട് പൃഥ്വിരാജ്. ഇമോഷണലി നന്നായി ഫീൽ ചെയ്യും. തീർച്ചയായിട്ടും ഇതിന് കൊടുത്തില്ലെങ്കിൽ പിന്നെ ആർക്ക് കൊടുക്കാൻ? പിന്നെ ഏതിന് കൊടുക്കാൻ? ജീവിതം കണ്ടിട്ടാണ് ഇറങ്ങുന്നത്. എങ്ങനെയുണ്ട് പറഞ്ഞാൽ ഒന്നും വാക്കുകളില്ല, പറയുന്നതിനൊക്കെ ഒരു അവസാനമില്ലാത്തൊരു ക്രിയേഷൻ. സിനിമ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ട് അങ്ങനെ ഒരു അറിവും ഇല്ല, ബുക്ക് വായിച്ചിട്ടില്ല. അപ്പോൾ അത് കണ്ടിട്ടും കൂടി ആകുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. നമ്മൾ പണ്ട് വായിച്ച കഥ നേരിട്ട് കാണുമ്പോൾ അതെ ഭയങ്കരമായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് കരച്ചിൽ വന്നിട്ട് കുറേ നേരത്തേക്ക് ബ്ലൈൻഡ് ആയിരുന്നു. അത് ശരിക്കും പലരും പറഞ്ഞു ഒറിജിനലാണോ ആണോ എന്ന് സംശയിച്ചു. ഇല്ല, ഒറിജിനൽ തന്നെയാണ്. നല്ല സിനിമയായിരുന്നു. വായിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ എത്തൂല. എന്നാലും സിനിമ പരമാവധി നന്നായിട്ടുണ്ട്. നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു. പൃഥ്വിരാജിനെ സംബന്ധിച്ച് അതിജയിച്ചു. അല്ല, വായിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം. നല്ല എക്സ്പീരിയൻസ്. നൈസാണ് മൊത്തത്തിൽ. ഒരുപാട് മെലിഞ്ഞിട്ടുള്ള പൃഥ്വിരാജ്, അത് കണ്ടപ്പോൾ എങ്ങനെ ഷോക്കിംഗ് ആയിരുന്നു പെട്ടെന്ന്? ആണല്ലോ. എന്താണ് പൃഥ്വിരാജ് ഒരു അവാർഡ് പ്രതീക്ഷിക്കാവോ? ഞാൻ നോക്കാം, കിട്ടുമായിരിക്കും. അല്ല, അതിനുള്ള ചെയ്തിട്ടുണ്ടോ? യെസ്, ഓഫ് കോഴ്സ്. കൊള്ളാം, നല്ല പടമായിരുന്നു. നേരത്തെ കഥ അറിയായിരുന്നു? ഇല്ല, കഥ എന്ന് വെച്ചാൽ ഞാൻ നല്ല പ്രത്യേകം ഒരുപാട് മെലിഞ്ഞിട്ടുള്ള ഒരു രംഗമുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അത് പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് അത് എനിക്കറിയാമായിരുന്നു ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. പിന്നെ പാമ്പൊക്കെ വരുന്ന രംഗമൊക്കെ അതൊക്കെ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. പിന്നെ കുറച്ചൊക്കെ പറഞ്ഞു കേട്ടു. പൃഥ്വി തന്നെ കുറേ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലതായിരുന്നു പടം. നല്ലായിരുന്നു. ആടുജീവിതമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. വായിച്ചിട്ടാ മൂവിയായിട്ട് കണ്ടപ്പോൾ എന്തോ പൃഥ്വിരാജിന്റെ അഭിനയം ഒന്നും പറയാനില്ല. എല്ലാവരും അങ്ങനെയായിരുന്നു. മ്യൂസിക്കൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം ബെസ്റ്റായിരുന്നു. ഷോക്കിംഗ് ആയിരുന്നു. എന്നാലും പക്ഷെ നമ്മളത് മനസ്സിൽ വെച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ ആയിരിക്കുമെന്ന്. ബുക്കൊന്നും വായിച്ചിട്ടില്ല. ഇല്ല, ഫസ്റ്റ് ടൈം. നല്ല സിനിമയാണ്. കുറച്ച് ലെങ്തി ആയി. ഫസ്റ്റ് പാർട്ട് കുറച്ച് ലാഗ്. സെക്കൻഡ് ഹാഫ് പിന്നെ കുഴപ്പമില്ല. കൊള്ളാം. നല്ല VFX ഒക്കെ ആയിരുന്നു. ബേർഡ്സ് ഒക്കെ സൂപ്പറായിട്ട് കാണിച്ചു. മ്യൂസിക്കൊക്കെ സൂപ്പറായിരുന്നു. അത് പെട്ടെന്ന് ഇങ്ങനെ ആദ്യം നല്ല ഒരു തടിയും എല്ലാം ഉണ്ടായിരുന്നില്ല. പിന്നെ ആയപ്പം മെലിഞ്ഞൊക്കെ നല്ല റിയലിസ്റ്റിക് ആയിട്ടുണ്ടായിരുന്നു. ഒരു മരുഭൂമിൻ്റെ ഒരു ഫീൽ കിട്ടി. നൈസ് മൂവി. നല്ല അഭിനയം. ബുക്ക് വായിച്ചിട്ടില്ല, പക്ഷേ ഫസ്റ്റ് ടൈം മൂവിയാണ്. റിയലി ഇമോഷണൽ മൂവിയാണ്. നൈസ് മൂവിയാണ്. പെർഫോമൻസ് ഒക്കെ അറിഞ്ഞു പോകും. പൃഥ്വിരാജ് നൈസ് അഭിനയം. അത് ഗംഭീരം. പക്ഷെ അത് ഒറിജിനലാണെന്ന് പോലെ തോന്നിപ്പോകും. അത്രയ്ക്ക് ഒരു റിയലി നല്ല സിനിമയായിരുന്നു. നോവൽ വായിച്ചിട്ടില്ല. അതെ നല്ലതായിരുന്നു, സൂപ്പറായിരുന്നു. പൃഥ്വിരാജ് നല്ലതുപോലെ അഭിനയിച്ചിട്ടുണ്ട്. നല്ല സോങ് ആയിരുന്നു. നല്ല അഭിപ്രായം. സൂപ്പറായിരുന്നു. ഔട്ട്സ്റ്റാൻഡിംഗ്. നൈസ്.
എന്താ പറയുക, അസാധ്യ സിനിമ. കുറേ കാലങ്ങൾക്ക് ശേഷം ആണിതിപ്പോൾ ഒരു നല്ല ഫിലിം കാണുന്നത്. ക്ലാസ് പടമാണ്. പൃഥ്വിരാജിൻ്റെ അതുപോലെ സംവിധായകൻ്റെ മ്യൂസിക് ആയാലും ശരി അസാധ്യമായിരിക്കും. ബ്ലസ്സിയുടെ ഒരു 16 വർഷത്തെ കാത്തിരിപ്പായിരുന്നു. അതെ, തീർച്ചയായിട്ടും അത് സമർപ്പണമാണ്. ഓരോ കലാകാരൻ, ഞാനൊരു പാട്ടുകാരനാണ്, പന്തളം ബാലൻ. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെഡിക്കേഷനുള്ള ഒരു സിനിമയാണ്. കാരണം അതിനകത്ത് ഓരോ ഫ്രെയിമും വിത്ത് മ്യൂസിക്, എന്താ പറഞ്ഞ എഫക്ട്സ് എല്ലാം തന്നെ ഗംഭീരമായിരുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ടല്ലേ ആ പാട്ട് കൊള്ളാവുന്നതുകൊണ്ടല്ലേ ഇന്നത്തെ തലമുറ മൊത്തം ഏറ്റുപാടുകയല്ലേ. തീർച്ചയായിട്ടും.